ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഈ വ്ളോഗ് ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചതാണ്. എൻ്റെ മടി കാരണം ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. പക്ഷെ ഇതിൽ ബർത്ത്ഡേ ബോയിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കേക്ക് മുറിക്കണ കാണാൻ പറ്റില്ല, കാരണം ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കുറേ ഇതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഈ പരിസരങ്ങളൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോയിസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊച്ചിൻ്റെ ആൻറ്റി, അമ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഞാനാണ് ആദ്യമായിട്ട് വ്ളോഗ് ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ നാണമാണ് ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വരാനായിട്ട്. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെ എൻ്റെ അമ്മയാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിയും കൂടി ഭയങ്കര കഥ പറച്ചില്ല, എന്തൊക്കെ പരദൂഷമൊക്കെ പറയുന്നുണ്ട്. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ഇതിന് വേണ്ടിയിട്ട് ഒരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമായിട്ട് എടുത്താൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് കാണുന്ന ഒരു റൂം മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഒരു ഓപ്പൺ കിച്ചണാണ് വരണത്. പിന്നെ ഈ ഓപ്പൺ ഹോളും. അവിടെ നമുക്ക് എന്താ പറയുക, ഈ ഹാപ്പി ബർത്ത്ഡേ കുടിച്ച് വെച്ചിട്ടില്ലേ, അവിടെ നമുക്ക് ചില്ലിൻ്റെ ഇതാണ്. അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ ബാക്കിലൊരു കണ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ കണ്ടം എന്നാണ് പറയണത്. തോടാണോ കണ്ടമാണോ പറയണമെന്ന് എനിക്കറിയില്ല. കണ്ടം എന്നാണ് നമ്മളിവിടെ പറയണത്. അതിലിങ്ങനെ വഞ്ചിയൊക്കെ കൊണ്ടടക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ മറ്റേ ഫുഡിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി വരാം. ഒരു നാലുകെട്ടല്ല, അതിന് ചുറ്റും ഒരു വരാന്ത പോലത്തെ സംഭവമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കറങ്ങി വരാൻ പറ്റുന്ന ആംബിയൻസ് ആണ്. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പം കുറേ പേരൊക്കെ ഇവിടെ വന്നിങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിരിയാണിയുടെ മണം വന്നത്. അപ്പോൾ അത് നോക്കി പോയി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഞാൻ ഈ പറഞ്ഞ കണ്ടമാണ്. അപ്പോൾ ഈ കണ്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പപ്പയും അമ്മയും കൂടെ വഞ്ചിയിൽ ഇറങ്ങുകയാണ്. എൻ്റെ പപ്പയ്ക്ക് പണ്ട് ഇവിടെ വീടായതുകൊണ്ട് പുള്ളിക്കാരനും വഞ്ചി ഒക്കെ ഓടിക്കാനൊക്കെ അറിയാം. വഞ്ചി ഓടിക്കാനല്ലല്ലോ, വഞ്ചി തുഴയാനൊക്കെ അറിയാം. പക്ഷെ അമ്മ ഭയങ്കര കോൺഫിഡൻസിലാട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ പോയിട്ടും വരട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. ഇനിയിപ്പോൾ വെള്ളത്തിൽ പോയാൽ ഇവിടുന്ന് ചാടി വീണെടുക്കാനായിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ട്. ചെളിയാണ് മൊത്തം അത്. എന്നാലും അമ്മയുടെ ധൈര്യത്തിന് ഞാൻ സമ്മതിച്ചു. കാരണം അത്രയും ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് ഇങ്ങനെ വഞ്ചി കയറി പോകാനുള്ളൊരു ധൈര്യം എൻ്റെ അമ്മക്ക് മാത്രം ഉണ്ടാവുള്ളൂ ഗൈസ്. അങ്ങനെ അവർ ഈ വഞ്ചിയിൽ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിവിടെ പതിയെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ടായി. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തൊരു വൈബൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ പരിപാടി അറ്റൻഡ് ചെയ്യണം. കാരണം 90s 80s 70s അങ്ങനെ പ്രായം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എല്ലാവരും കൂടെ ഇവിടെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അത് രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എല്ലാവരും ഒടുക്കത്തെ എൻജോയ്മെൻറ്റ്, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള കലാപരിപാടികളിലൂടെ ഞങ്ങളുടെ ബർത്ത്ഡേ പരിപാടി അങ്ങനെ അവസാനിച്ചു. അപ്പം അടുത്ത ഒരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വരാം. കടമക്കും തണിഞ്ഞു കൊണ്ടുറക്കമായോ ചൂടുണ്ടോ.